എൻ്റെ കയ്യിരിക്കുന്ന നത്തിങ് ഫോണല്ല, ബട്ട് നത്തിങ് ഫോണിനെ പോലത്തെ ലോഞ്ചറും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നോർമലി നമ്മളൊരു ഫോൺ മേടിച്ച് കുറച്ച് കാലമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫോൺ പതുക്കെ സ്ലോ ഡൗൺ ആവും. അത് മെയിൻലി സംഭവിക്കുന്ന ഫോണിൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. മിക്കവാറുള്ള ആൻഡ്രോയിഡ് മാനുഫാക്ചേഴ്സ് അപ്ഡേറ്റിലൂടെ അവരെ ലോഞ്ചർ സ്ലോ ആക്കാറാണ് മിക്കവാറും ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള മെയിൻ സിമ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണുള്ള സ്റ്റോക്ക് ലോഞ്ചർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന റിയൽമിയുടെ ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ റിയൽമിയുടെ ലോഞ്ചർ ചേഞ്ച് ചെയ്ത് ഇവിടെ നത്തിങ്ങിൻ്റെ ഒഫീഷ്യൽ നത്തിങ് ലോഞ്ചറാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലോഞ്ചർ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ, എല്ലാ തേർഡ് പാർട്ടി വെബ്സൈറ്റ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നില്ല, ബട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ലാന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു വെബ്സൈറ്റ് ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഹോം സ്ക്രീൻ വരുന്നത്. ആൻഡ് ഇതിലുള്ള ഐക്കൺസ് നോക്കുകയാണെങ്കിൽ നത്തിങ്ങിൻ്റെ ഐക്കൺസ് പോലെയല്ല. അതിനായിട്ട് നമ്മളൊരു ഐക്കൺ പാക്കും ഇൻസ്റ്റാൾ ചെയ്യണം. ഐക്കൺ പാക്ക് പല രീതിയിലുണ്ട്. നത്തിങ്ങിൻ്റെ പെയ്ഡ് ഐക്കൺ പാക്സ് ഒക്കെ വരാറുണ്ട്, ബട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അത്രമാത്രം അതൊന്നും ഇംപ്രസീവായി തോന്നിയില്ല പേഴ്സണലി. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീ ആപ്ലിക്കേഷനാണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഐക്കൺ പാക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഇത്രമാത്രം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഹോം സ്ക്രീൻ ഇതുപോലെ ഇരിക്കും. ഇനിയുള്ള വിഡ്ജറ്റുകളാണ്. വിഡ്ജറ്റുകൾ ഈ ഒരു നത്തിങ്ങിൻ്റെ ലോഞ്ചറിൽ സ്റ്റോക്കായിട്ട് വിഡ്ജറ്റുകൾ വരാറുണ്ട്. അതായത് ഈ ഒരു ക്ലോക്ക് ആയാലും 2 ടൈപ്പ് ക്ലോക്ക് വരാറുണ്ട്. ഒരു ഡോട്ട് മെട്രിക്സ് പാറ്റേണിലുള്ള ഒരു ഡിജിറ്റൽ ക്ലോക്കും അതുപോലെ തന്നെയാണ് ഒരു അനലോഗ് ക്ലോക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നത്തിങ്ങിൻ്റെ ഒരു വെതർ ആപ്പിൻ്റെ ഒരു ഫീച്ചറും കിട്ടുന്നുണ്ട്. ഞാൻ പേഴ്സണലി അതിൻ്റെ ഫാൻ അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങനെ ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നത്തിങ്ങിൻ്റെ വെതർ ആപ്പും ഇതിൽ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ നത്തിങ്ങിൻ്റെ റെക്കോർഡറും, അത് അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേഷനാണ്. നത്തിങ്ങിൻ്റെ റെക്കോർഡർ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്റ്റോക്കായിട്ട് നമുക്ക് ഇത്രയും ആപ്ലിക്കേഷനാണ് ഇതിൽ മെയിനായിട്ട് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ലോഞ്ചറിലുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഓരോ ആപ്ലിക്കേഷനെയും സൈസ് കൂട്ടാൻ പറ്റും. അതായത് അപ്സ്കെയിൽ ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഇതുപോലെ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറച്ച് കിടിലം ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ആവശ്യമുള്ളത് വാൾപേപ്പറാണ്. വാൾപേപ്പർ ജസ്റ്റ് ബേസിക്കലി ഗൂഗിളിൽ പോയി നത്തിങ്ങിൻ്റെ വാൾപേപ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതും ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോൺ കംപ്ലീറ്റ്ലി നത്തിങ് ഫോൺ പോലെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല കൂളായിട്ട് തോന്നി. കാരണം എൻ്റെ ഫോൺ എന്ന് പറയുന്നത് ഇതിൽ വരുന്ന സ്റ്റോക്ക് ലോഞ്ചർ അത്യാവശ്യം നല്ല സ്ലോ ആണ്. അത് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ടല്ല. എനിക്ക് പേഴ്സണലി അതിൻ്റെ ബ്ലോട്ട്വെയർ മാറ്റ്സ് ഒക്കെ വരുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ ഓരോ അപ്ഡേറ്റ് കഴിയും തോറും നമ്മുടെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും, ഇത് ഓൺ ചെയ്യുക അത് ഓൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ ലോഞ്ചർ ചേഞ്ച് ചെയ്തപ്പോൾ ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് നിങ്ങളുടെ റിസ്കിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊരിക്കലും പ്ലേ സ്റ്റോറിൽ നിന്ന് ഒഫീഷ്യലി ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല. അതുകൊണ്ട് എന്തായാലും റിസ്ക് എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട്, ഫോൺ ഇതുപോലെ കൂളാക്കി എടുക്കണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെക്കോർഡർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ വെതർ ആപ്ലിക്കേഷനും വരാറുണ്ട്. ഇതിൻ്റെ 3ൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ ആ ഒരു ഐക്കൺ പാക്കിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു സ്മൂത്ത്നെസ് ആണെങ്കിലും ആനിമേഷനൊക്കെ ആണെങ്കിലും വല്ലാതെ അങ്ങ് ചേഞ്ച് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു ലോഞ്ചർ ഇട്ടതിന് ശേഷം. അപ്പോൾ ലോഞ്ചർ ഇടുന്നത് നല്ലൊരു കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൽ എന്തായാലും എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. ഈ ഒരു സ്മൂത്ത്നെസ് ആണെങ്കിലും എല്ലാം കൂടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ Dimensity 1200 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ആണ്. അതുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പല പ്രൈസ് റേഞ്ചിലുള്ള സ്മാർട്ട് ഫോൺസ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ എക്സ്പീരിയൻസും ചേഞ്ച് ആവാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ 10,000 രൂപയുടെ ഒരു ഫോണിൽ ഈ ലോഞ്ചർ ഇടുമ്പോൾ അതിനനുസരിച്ചുള്ള സ്മൂത്ത്നെസ്സേ കിട്ടത്തുള്ളൂ. എങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാണ്, സംഭവം ക്ലീൻ ആണ്, സംഭവം സ്മൂത്ത് ആണ്. അത്യാവശ്യം ഒരു രീതിയിലുള്ള കംപ്ലയിൻസും എനിക്ക് പേഴ്സണലി ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റിസ്ക് നിങ്ങളാണ് എടുക്കേണ്ടത്. കാരണം ഇത് ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ അല്ല. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് കൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം നല്ലതായിട്ട് തോന്നി. പിന്നെയും പറയുകയാണ്, റിസ്ക് എലമെൻ്റ് ഉണ്ട്. പിന്നെ APK Mirror എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 60-70% വരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല ഇത് സേഫ് ആണെന്ന്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കസ്റ്റമൈസ് ചെയ്യാൻ വളരെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കാം.